പുതിയ രീതിയിലുള്ള കഥയാണല്ലേ, ഇഷ്ടപ്പെടണം. അതാണ് അതിൻ്റെ യഥാർത്ഥം. അതിലല്ലേ ഇത് ഇത്രയും കാട്ടിക്കൂട്ടിയത്. ഇതിൽ കൂടുതൽ പറയാനൊന്നുമില്ല. ഇതിൽ ഒരു നാടകം കണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ നാടകം കണ്ടതുപോലെ ഉള്ള പ്രതീതി നമ്മൾ ഞാൻ കറക്റ്റായിട്ട് ഏത് പാടും വളരെ ഇരുന്ന് ഞാൻ കാണും. നമുക്ക് കലയോടുള്ള ഇതുകൊണ്ടാണ്. വിനയ് ഫോർട്ടിൻ്റെ ആട്ടം ഇതിൽ പറയാനൊന്നുമില്ല. ഞാൻ വിനയ് ഫോർട്ടിൻ്റെ ഒരു നല്ല ആട്ടം പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷേ പവർഫുള്ളാണ് ഇത് ആട്ടം. അങ്ങനെ വിനയ് ഫോർട്ടിൻ്റെ ആട്ടം ഇതിൽ അങ്ങനെ വന്നിട്ടില്ല. വിനയ് ഫോർട്ട് സത്യം പറഞ്ഞാൽ ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ക്യാരക്ടേഴ്സിൻ്റെ കൂടെ ഒരു ക്യാരക്ടറായിട്ട് അങ്ങ് പോവുമായിരുന്നു. അത് വിനയ് ഫോർട്ട് എന്ന് പറയുന്ന ഒരു നടന് അങ്ങനൊരു സ്പേസ് ഈ സിനിമയിൽ കൊടുത്തിട്ടില്ല. വിനയ് ഫോർട്ടിനും കൊടുത്തിട്ടില്ല, ഷാജോണിനും കൊടുത്തിട്ടില്ല. ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സിൽ ഒരാൾ, അത്രയേ ഉള്ളൂ. അല്ലാതെ അങ്ങ് എടുത്തു പറയുന്ന രീതിയിൽ കൊടുത്തിട്ടില്ല. അങ്ങനെ ആരെങ്കിലും അങ്ങനെ ഒരു ക്യാരക്ടറായിട്ടുണ്ടെങ്കിൽ അത് അതിലൊരു ഫീമെയിൽ ക്യാരക്ടറാണ് ആ പുള്ളിക്കാരിക്ക് തന്നെ. അല്ലാതെ ഇത് സാധാരണ ഒരു കൂട്ടയാട്ടം. ഇത് ആട്ടം കൂട്ടയാട്ടം, എല്ലാവരും കൂടെ കൂടിയുള്ള ഒരാട്ടം. അല്ലാതെ എടുത്തു പറയേണ്ട ഒരാട്ടമല്ല, ഇതൊരു കൂട്ടയാട്ടം, അത്രയാണ്. കലയല്ല, ഒരു കഴപ്പ് ബേസ് ചെയ്ത് വരുന്ന ഒരു കഥയാണ്. ഒരാളുടെ കഴപ്പ് കാരണം വരുന്ന ഒരു കുറേ കാര്യങ്ങളൊക്കെയാണ്. വിനയ് ഫോർട്ടിൻ്റെ ആട്ടം, വിനയ് ഫോർട്ട് എല്ലാവരും ആട്ടത്തിൻ്റെ കൂടെ വിനയ് ഫോർട്ട് ചെറുതായിട്ടൊന്ന് ആട്ടിയിട്ടുണ്ട്. അല്ലാതെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു നല്ല സിനിമയാണ്. പക്ഷേ അത് വിനയ് ഫോർട്ടിൻ്റെ അല്ല, എല്ലാവരുടെയും വെച്ച് ഒരു ടീം വർക്കായിട്ടുള്ളൊരു സിനിമയാണ്. ഒറ്റയ്ക്കാട്ടമല്ല, ഇതൊരു കൂട്ടയാട്ടമാണ്. നമുക്ക് ഇതെല്ലാം ഇഷ്ടപ്പെടും. എന്തെന്ന് പറയാമോ, ഇതൊരു തൊഴിലാണ്. എല്ലാവരും എത്ര പേര് അതുകൊണ്ട് ജീവിക്കുന്നു, അത് കണക്ക് കൂട്ടി വേണം നമ്മളതിനെ താഴ്ത്തേണ്ടതും ഉയർത്തേണ്ടതും. ഇന്നത്തെ കാലത്ത് വീടെന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിൽ ചാർന്ന് കിടക്കുക. ആ കൂട്ടത്തിൽ നമ്മളും കൂടെ പറഞ്ഞാൽ വലിയ കഷ്ടമായി പോവില്ല.